അഡോബി ഫോട്ടോഷോപ്പിലെ 3rd ചാപ്റ്ററിലെ 6th ടോപ്പിക് മെർജിംഗ് ലേയേഴ്സ്. ഇനി നമുക്ക് ഒന്നിലധികം ലേയേഴ്സ് എങ്ങനെ മെർജ് ചെയ്യും അല്ലെങ്കിൽ ഒരുമിച്ചാക്കുമെന്ന് നോക്കാം. വീണ്ടും ഞാനിവിടെ ബ്രഷ് ടൂൾ എടുത്തൊരു വര വരച്ചു. മറ്റൊരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് വേറെ ഒരു വര വരയ്ക്കുകയാണ്. ഒരു ലെയർ കൂടെ ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ 3 ഡിഫറെന്റ് ലേയേഴ്സ് ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് ഇതെല്ലാം കൂടി ഒരൊറ്റ ലെയർ ആക്കണം. അതായത് ഈ 3 സെപ്പറേറ്റ് ലെയർ നമുക്ക് ഒരു ലെയർ ആക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ലെയറും സെലക്ട് ചെയ്യുക. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് ഓപ്ഷൻസ് വരും. അതിൻ്റെ ഉള്ളിൽ മെർജ് ലെയർ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. മെർജ് ലെയറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ 3 ലെയറിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റും കൂടി ഒരുമിച്ച് മെർജ് ചെയ്ത് അതിനെ ഒരു ഒറ്റ ലെയർ ആക്കും. നേരത്തെ സെപ്പറേറ്റ് ആയിട്ട് കിടന്നിരുന്ന വര ഇതിൻ്റെ ഉള്ളിൽ ഒറ്റ വരയാണ്. ഇങ്ങനെയാണ് നമ്മൾ മെർജ് ചെയ്യുന്നത്. നമുക്ക് അൺഡു ചെയ്ത് തിരിച്ച് വരാം. 3 സെപ്പറേറ്റ് ലെയർ ആയിട്ടാണ് കിടക്കുന്നത്. ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിവിടെ മെർജ് ഓൾ എന്നുള്ളതിന് പകരം മെർജ് ഡൗൺ എന്നായിരിക്കും. അതായത് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ലെയറുമായിട്ട് മെർജ് ചെയ്യും. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ പച്ചയും നീലയും ലെയർ തമ്മിൽ മെർജായി. ഇനി അതേസമയം നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് മെർജ് വിസിബിളിലാണ് ക്ലിക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ വിസിബിൾ ആയിട്ട് കിടക്കുന്ന കംപ്ലീറ്റ് ലെയറും മെർജ് ചെയ്ത് ഒറ്റൊരു ലെയർ ആയിട്ട് നമുക്ക് കിട്ടും. ബാക്ക്ഗ്രൗണ്ട് അടക്കം, അതായത് ലെയർ 0 അടക്കം. കണ്ടോ, ഇതെല്ലാം ഇപ്പോൾ ഒരു ഒറ്റ ലെയറായി. അൺഡു ചെയ്യുക. അതിൻ്റെ തൊട്ടടിയിൽ ഫ്ലാറ്റൻ ഇമേജ് എന്ന് കിടക്കുന്നുണ്ട്. ഇത് മെർജ് വിസിബിളിനോട് സിമിലർ ആണ്. പക്ഷേ മെർജ് വിസിബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മെർജ് വിസിബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വിസിബിൾ അല്ലാത്ത ഈ ഒരു ലെയർ അപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. കണ്ടോ, വിസിബിൾ ആയിരുന്ന ലെയേഴ്സ് മാത്രമേ മെർജ് ആയുള്ളൂ. ഇനി നമ്മളിവിടെ ഫ്ലാറ്റൻ ഇമേജിലാണ് ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെർജ് വിസിബിളിനോട് സിമിലർ ആണ്. പക്ഷേ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ചോദിക്കും ഡിസ്കാർഡ് ഹിഡൻ ലെയേഴ്സ് എന്ന്. അതായത് കാണാനില്ലാത്ത ലെയർ. ഇപ്പോൾ ലെയർ 2 വിസിബിൾ അല്ലല്ലോ. അപ്പോൾ ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെയർ 2നെ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയും. നേരത്തെ അങ്ങനെ ഒരു ലെയർ അവിടെ എക്സിസ്റ്റ് ചെയ്തു. അതായത് ബാക്കിയുള്ളതൊക്കെ മെർജായി എന്നുള്ളൂ. ഈ ലെയർ അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കിത് കാണാനില്ല. അതേപോലെ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ലെയർ അവിടെ നിന്ന് പോവുകയും ചെയ്തു. അപ്പോൾ ഇത് 3ഉമാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള ലെയേഴ്സിനെ മെർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആക്ച്വലി ഇതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് കമാൻഡ് അല്ലെങ്കിൽ കൺട്രോൾ ഇ ആണ്. മാക്കിലാണെങ്കിൽ കമാൻഡ് ഇ, വിൻഡോസിലാണെങ്കിൽ കൺട്രോൾ ഇ. നമ്മൾ ഇതിൻ്റെ മുകളിൽ വച്ചിട്ട് കൺട്രോൾ ഇ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലെയർ 3 അതിൻ്റെ തൊട്ട് താഴെയുള്ള ലെയർ 2 ആയിട്ട് മെർജായി. ഒന്നുകൂടെ നമ്മൾ കമാൻഡ് ഇ അല്ലെങ്കിൽ കൺട്രോൾ ഇ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലെയർ 2ഉം ലെയർ 1ഉം മെർജാവും. അതേപോലെ തന്നെ കൺട്രോൾ സെഡ് അടിക്കുക, തിരിച്ച് വരിക. ഇത് 3ഉം സെലക്ട് ചെയ്തിട്ട് കമാൻഡ് ഇ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് അത് മൊത്തം മെർജായി. ഇതാണ് നമ്മൾ ഷോർട്ട് കീ ഉപയോഗിച്ചാലുള്ള അഡ്വാൻറ്റേജ്.